ഗോൾഡിന്റെ റേറ്റ് ലോകത്തെല്ലായിടത്തും ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും ഒട്ടും വ്യത്യാസത്തല്ല. ഇപ്പൊ എൻ്റെ ഒരു ക്ലയന്റ്, എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹത്തിന് വീട് പണിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആൾക്ക് കുറച്ചധികം ഫണ്ട് വേണം. പക്ഷെ ആളുടെ കയ്യിൽ കുറെ സ്വർണം വീട്ടിലുണ്ട്. അപ്പോൾ അതെന്നെ ഉപയോഗിച്ചുകൊണ്ട് വീട് പണിയാൻ പറ്റും. അതിൽ ടാക്സേഷന്റെ എന്തെങ്കിലും ഇംപ്ലിക്കേഷൻ ഉണ്ടാവുമോ എന്നാണ് ആൾക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം നിങ്ങളെല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ടാവും. നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഗോൾഡ് ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അടയ്ക്കേണ്ടതുണ്ട്. അത് വിൽക്കുന്ന സമയത്ത് 4 ലക്ഷത്തിന് മീതെ ഒരു റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിന്മേ ടാക്സ് ആ വ്യക്തി അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. ഈ ഒരു എന്നെ അപ്രോച്ച് ചെയ്ത എൻ്റെ ഫ്രണ്ടിന് ആള് വീട് വെക്കാനാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത്, ഈ സ്വർണം വിറ്റിട്ട്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൽ തന്നെ 54F എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ പ്രകാരം ആൾക്ക് എക്സംഷനും ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഗോൾഡ് വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ടാക്സ് പ്ലാൻ ചെയ്തുകൊണ്ട് ഇൻകം ടാക്സിന്റെ ലയബിലിറ്റി വരാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ GST 20 ലക്ഷത്തിന് മീതെ പോയി കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഗുഡ്സ് ആണെങ്കിൽ 40 ലക്ഷം. അപ്പോൾ GST ഈ ഗോൾഡിന്റെ സെയിലിന് വരുമോ എന്നുള്ളത് സംശയമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ ഓൾഡ് ഗോൾഡ് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ് ആയിട്ടുള്ള ഗോൾഡ് വിൽക്കുമ്പോൾ, ബിസിനസ് പരമല്ലാതെ വിൽക്കുമ്പോൾ, ബിസിനസ് പരമായിട്ട് വിൽക്കുമ്പോൾ GST വരും. ബിസിനസ് പരമല്ലാതെ വിൽക്കുമ്പോൾ GST കൊടുക്കേണ്ട ആവശ്യമില്ല.